നമസ്കാരം. ആഗോള രാഷ്ട്രീയത്തിൽ തീവ്ര വലതുപക്ഷ യാഥാസ്ഥിതിക ശക്തികൾ ഈ അടുത്തിടെയായി തങ്ങളുടെ ചുവട് ഒരുപടി മുന്നിലേക്ക് ഊട്ടിയുറപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളൊക്കെയും ഒട്ടനവധി രാജ്യങ്ങളിലും ഭൗമരാഷ്ട്രീയ മേഖലകളിലും തൊഴിലാളി വർഗ ഇടതു പുരോഗമന രാഷ്ട്രീയ സൗഹൃദങ്ങൾ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ജൂൺ 9 പൂർത്തീകരിച്ച യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷ വലിയ തോതിലുള്ള നേട്ടങ്ങൾ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ പങ്കുചേർന്ന രാജ്യങ്ങളിൽ യൂറോപ്പിന്റെ പൊതുപ്രശ്നങ്ങളെക്കാൾ പരിഗണന നൽകിയത് അംഗരാഷ്ട്രങ്ങൾക്കുള്ളിലുള്ള പ്രത്യേകമായ പ്രശ്നങ്ങൾക്കാണ്. ഈ തെരഞ്ഞെടുപ്പ് നിർണായക ചില വിഷയങ്ങൾക്ക് വഴിതെളിച്ചുവെങ്കിലും മൂലധന ശക്തികൾക്കും കുടിയേറ്റ വിരുദ്ധർക്കും കാലാവസ്ഥാ നിഷേധികൾക്കും കരസ്ഥമാക്കാൻ കഴിഞ്ഞ നേട്ടങ്ങളും അവഗണിക്കാൻ കഴിയാവുന്നവയല്ല. യൂറോപ്യൻ പാർലമെന്റിലേക്ക് ഏറ്റവും അധികം അംഗങ്ങളെ തെരഞ്ഞെടുത്ത് വിടുന്ന ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി എന്നീ രാഷ്ട്രങ്ങളിലേക്ക് ഇടതു പുരോഗമന ശക്തികൾക്ക് തെരഞ്ഞെടുപ്പ് ഫലം നൽകിയ മുന്നറിയിപ്പുകൾ വേണ്ട ഗൗരവത്തോടെ തന്നെ മനസ്സിലാക്കാൻ ആ രാഷ്ട്രങ്ങളിലെ വിവിധ രാഷ്ട്രീയ ശക്തികളും മുന്നോട്ട് വന്നിരിക്കുകയാണ്. ജർമ്മനിയിലെ സാമൂഹിക ജനാധിപത്യവാദികളുടെ നേതൃത്വത്തിലുള്ള ത്രികക്ഷി ഭരണമുന്നണി 31% വോട്ടിൽ ഒതുങ്ങിക്കൂടിയപ്പോൾ പ്രധാന പ്രതിപക്ഷമായ ക്രൈസ്തവ ജനാധിപത്യം സഖ്യം 30% വോട്ടുമായി തൊട്ടു പിന്നാലെ സ്ഥാനമുറപ്പിച്ചിരുന്നു. എന്നാൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ ജർമ്മൻ ബദൽ 16% വോട്ടുകളുമായി രണ്ടാമത്തെ ഏറ്റവും വലിയ പാർട്ടിയായി പരിണമിച്ചത് നല്ലൊരു കാര്യമല്ല. ഫ്രാൻസിലെ തെരഞ്ഞെടുപ്പ് ഫലം ഒരു രാഷ്ട്രീയ കോളിളക്കമാണ് ഉണ്ടാക്കിയത്. അവിടെ പാർലമെന്റിൽ വൻ ഭൂരിപക്ഷമുള്ള പ്രസിഡന്റ് മാക്രോണിന്റെ നവോത്ഥാന പാർട്ടിക്ക് കിട്ടിയത് ഏകദേശം 14.6% വോട്ടുകൾ മാത്രമാണ്. പാർലമെന്റ് പിരിച്ചുവിട്ട് മാക്രോൺ ഇപ്പോൾ ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെ തീവ്ര വലതുപക്ഷ മാരിൻ ആൻഡ് പെൻ നയിക്കുന്ന നാഷണൽ റാലി അധികാരത്തിലേറുന്ന ഭീതിയും നിലനിൽക്കുന്നുണ്ട്. തീവ്ര വലതുപക്ഷ ഫ്രഞ്ച് രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന വർഗീയ ഫാസിസ്റ്റുകളുടെ പേടിപ്പെടുത്തലുകൾക്കെതിരെ അവസരത്തിനൊത്ത് ഉയർന്നു പ്രവർത്തിക്കാൻ ആ രാഷ്ട്രത്തിലെ ഇടതു പുരോഗമന ശക്തികൾ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളത് യൂറോപ്പിന് ഒരുപാട് നല്ല പ്രതീക്ഷയാണ് നൽകുന്നത്. അവിടെ ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജോൺ ലൂക്ക് മിലൻഷോൺ നയിക്കുന്ന ഫ്രാൻസ് അൻസൗമിസ്, അതായത് ശിരസ് കുനിക്കാത്ത ഫ്രാൻസ്, മധ്യ ഇടതുപക്ഷ സോഷ്യലിസ്റ്റ് പാർട്ടി, ഫ്രഞ്ച് ഗ്രീൻ പാർട്ടിയായ ഇക്കോളജിസ്റ്റ് എൻവയോൺമെന്റ് പാർട്ടി എന്നിവ സഖ്യം ചേർന്നുണ്ടാക്കിയ ന്യൂ പോപ്പുലർ ഫ്രണ്ട് വലതുപക്ഷ RNന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മിലൻഷോണിനെ സ്ഥാനാർത്ഥിയാക്കി മാക്രോണിനെതിരെ മത്സരിച്ച സഖ്യം തോൽക്കുകയും ആ സഖ്യം തന്നെ വളരെയധികം ശോഷിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള തൊഴിലാളികളുടെയും കർഷകരുടെയും വലിയ അവകാശ സമരങ്ങൾക്ക് ഫ്രാൻസ് സാക്ഷ്യം വഹിച്ചിരുന്നെങ്കിലും ഇടതു പുരോഗമന ശക്തികളുടെ പുനരേകീകരണം യൂറോപ്യൻ പാർലമെന്റിൽ വലതുപക്ഷത്തിന്റെ തിരിച്ചുവരവ് വരെ കാക്കേണ്ടി വന്നു. ജൂൺ 14 പുതു ജനാധിപത്യ മുന്നണി രൂപീകരിച്ച് ഒരാഴ്ച കഴിയുമ്പോഴേക്കും മുന്നണിക്ക് കിട്ടിയിരുന്ന സ്വീകാര്യത വളരെയധികം ആവേശഭരിതവുമായിരുന്നു.